കയറെടുത്ത് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുക. ദേവീശരണം ഭക്താദികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വിലവെടുപ്പുള്ള സാധനങ്ങൾ പോയോ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ എത്ര തന്നെ പൂർത്തിയാക്കണമെന്ന് ശ്രദ്ധിക്കാൻ അപേക്ഷിക്കാം. ദേവീശരണം ഞാൻ പറയാം. ഞങ്ങൾ 6 മണിയാകുമ്പോൾ എത്തി ഇവിടെ. നമ്മൾ എത്തി. വെളുപ്പിന് ഇവിടെ ആൾക്കാരെല്ലാം ഒന്ന് പിടിക്കല്ലോ. ഞങ്ങൾ വന്നപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ. നല്ല തിരക്കാണ്. വെള്ളം ഉപയോഗിച്ച് പൊങ്കാല ഇടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദയവിട്ട് ഭക്താദികൾ ആരും ചെപ്പല് ഉപയോഗിച്ചാണ് ചെപ്പല് ഉപയോഗിച്ച് പൊങ്കാല കളങ്ങളിൽ പോകുവാറുണ്ട് എന്ന അഭ്യർത്ഥന. അത് എല്ലാവരും ഓർക്കേണ്ട നിമിഷം ഇതാണ്. തീർച്ചയായിട്ടും ഈ ധന്യ മുഹൂർത്തം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതത്തിൽ ഞങ്ങളുടെ പൂർവാധികം തങ്ങളുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രാരംഭകാലം മുതൽ പ്രധാന മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് ധാരാളം സഹായങ്ങൾക്ക് തന്ന് ഈ പൊങ്കാല മുഹൂർത്തത്തിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ ദൈവങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം എല്ലാ പൊങ്കാല മഹോത്സവത്തിന്റെ വിജയത്തിന്റെ ഭാഗമായ നിങ്ങൾക്കെല്ലാം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവീശരണം സിനിമാനടി ശാന്തി കൃഷ്ണ മാഡം ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാഡത്തിനെ സ്വാഗതം അറിയിക്കുന്നു. അതിനോടൊപ്പം ഈ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ദേവീശരണം ഉടനെ ക്ഷേത്രത്തിൽ
ಫೋಟೋ ತೆಗಿತ ನೋಡಿ, ಫೋಟೋ ತೆಗಿತದೆ ತಾತ, ಫೋಟೋ ತೆಗಿತದೆ. ആ താഴോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ അവിടെ തന്നെ എപ്പോഴും. ഇന്നലെ വന്നില്ലല്ലേ? ഇന്നലെ ഇന്നലെ വന്നോ? ഓ ഇന്നലെയോ? ഞാൻ ഉണ്ടായിരുന്നില്ല, കണ്ടില്ല നമ്മളെ. കണ്ടില്ല, ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു. ആണോ? ആ ശരി. ಸಿನಿಮಾ ಒಂದೇ ಪಕ್ಕದಲ್ಲಿ ಯಾವುದೇ ಬೆಂಕಿ ತಗುಲುವ ಕಾರಣ ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಬೆಂಕಿ ತಗುಲುವಂತೆ ನೋಡಿಕೊಳ್ಳಬೇಕಾಗಿರುತ್ತದೆ ಹಾಗೂ ನಿಮ್ಮ ಬೆಲೆಬಾಳುವ ವಸ್ತುಗಳಿಗೆ ನೀವೇ ಜವಾಬ್ದಾರರು. ಮಣ್ಣಿಗೆ ವಿಧಿಸಲಾಗುತ್ತದೆ. ಉಳಿಯಾಗಿ ಮಣ್ಣಿಗೆಯನ್ನು ಅಲ್ಲಿರುವ ನಗರವನ್ನಿಂದ ಏರ್ಪಡಿಸಲಾಗಿದೆ ಹಾಗೂ ನಿಂಬೆ ಜ್ಯೂಸನ್ನು ದಾಸರಲ್ಲಿ ಅಯ್ಯಪ್ಪ ಪ್ರಜೆಗಳಿಂದ ನಿಂಬೆ ಜ್ಯೂಸನ್ನು ಉಚಿತವಾಗಿ ನಿರ್ಮಾಣಿಸಲಾಗಿದೆ. ಯಾವಾಗಲೂ ಅಷ್ಟೇ ಈ ಭಕ್ತಿ ನಿಷ್ಠೆಯಿಂದ ಹೋಗಾದ ಆಗುವ ಸಮಯದಲ್ಲಿ ಹೀಗೆ ಉತ್ಸವ ಕಂಡು ಬಂದಲ್ಲಿ ತಕ್ಷಣವೇ ನಮ್ಮ ಕಮಿಟಿಗಳಿಗೆ ತಿಳಿಸಬೇಕಾಗಿ ഞാൻ ശാന്തി ചക്കുളത്തക്കാവ് അമ്മ എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടില്ല. ബാംഗ്ലൂരിലുള്ള ഇവിടുത്തെ മാധവര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അമ്പലത്തിൽ ഞാൻ വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ അത് എന്നെ ഇവിടെ വരാൻ ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇന്ന് വന്ന് ഈ പൊങ്കാലയുടെ നിമിഷത്തിൽ പങ്കുചേരാൻ സാധിച്ചത്, ഇത്രയും ദിവ്യമായ അമ്മയുടെ വിഗ്രഹം കാണാനും ഉള്ള ഭാഗ്യം കിട്ടിയത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. അപ്പോൾ ഇന്നത്തെ ഈ വർഷത്തെ പൊങ്കാലയിൽ എനിക്കും ഭാഗമായിട്ട് വയ്ക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും. ನಮಸ್ಕಾರ, ನಾನು ಆಶಾ ಸುರೇಶ್ ಅಂತ ಹೇಳಿ. ಈ ಒಂದು ಬೆಂಗಳೂರಿನ ಮಾದಾವರದಲ್ಲಿ ಚಂಗಾಳತಮ್ಮ ಈ ಒಂದು ದೇವಸ್ಥಾನದಲ್ಲಿ 2025ರ ಪೊಂಗಲೋತ್ಸವ ಕಾರ್ಯಕ್ರಮ ಆರಂಭವಾಗಿದೆ. ಪ್ರತಿ ವರ್ಷವೂ ಇಲ್ಲಿ ಬಹಳ ಅದ್ದೂರಿಯಾಗಿ ವಿಜೃಂಭಣೆಯಿಂದ ಈ ಹಬ್ಬವನ್ನು ಆಚರಣೆ ಮಾಡ್ತಾರೆ. ಇದು 2002ರಲ್ಲಿ ಆರಂಭವಾದಂಥದ್ದು. ಸುಮಾ ಅಮ್ಮ ಅವರ ಒಂದು ಆಶೀರ್ವಾದದೊಂದಿಗೆ ಅಮ್ಮನ ಕೃಪೆಯಿಂದ ಈ ಒಂದು ದೇವಸ್ಥಾನ ಇಲ್ಲಿ ಸ್ಥಾಪಿತವಾಗಿ ಅನೇಕ ಭಕ್ತಾದಿಗಳನ್ನು ರಕ್ಷಿಸ್ತಾ ಇರೋದು ಇವತ್ತು ಅಮ್ಮ ಅಂತ. ಅಮ್ಮನ ಒಂದು ದಿವ್ಯ ಸನ್ನಿಧಿಯಲ್ಲಿ ಇಲ್ಲಿ ಬಂದು ಅನೇಕ ಮಹಿಳೆಯರು ಹೆಚ್ಚಿನ ರೀತಿಯಲ್ಲಿ ಆಗಮಿಸಿ ಅವರ ಕಷ್ಟಗಳನ್ನು ಬೇಡಿಕೊಂಡು ಇಲ್ಲಿ ಅಮ್ಮನಿಗೆ ಪೊಂಗಲೋತ್ಸವವನ್ನು ಮಾಡಿ ಪ್ರಸಾದವನ್ನು ತಾವೇ ಕೈಯಾರ ಮಾಡಿ ಅಮ್ಮನಿಗೆ ಅರ್ಪಿಸ್ತಾ ಇದ್ದಾರೆ. ಹಾಗಾಗಿ ಅಮ್ಮ ಅವರ ಕಷ್ಟಗಳನ್ನೆಲ್ಲ ದೂರ ಮಾಡಿ ಅವರ ಇಷ್ಟಾರ್ಥವನ್ನು ನೆರವೇರಿಸಲಿ. ಹಾಗೆ ಅಮ್ಮ ಇಲ್ಲಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಭಕ್ತಾದಿಗಳನ್ನು ಕಾಪಾಡಲಿ. ಅಮ್ಮನ ಆಶೀರ್ವಾದ ಸದಾ ಅವರ ಮೇಲೆ ಇರಲಿ ಅಂತ ನಾನು ಸಹ ಬೇಡ್ಕೊತೀನಿ. ಶ್ರೀ ಗಗನಹಳ್ಳಿ ಮಹಾಲಕ್ಷ್ಮಿ ಕಲಿಯುಗ ದೇವತೆ ನಮ್ಮ ದೇವಿಯನ್ನು ಚಕ್ಕುಳತ್ತಮ್ಮ ದೇವಿಯ ಪಾದಗಳಲ್ಲಿ ನಮಸ್ಕಾರಗಳನ್ನು ಮಾಡ್ತಾ ಬಹಳ ಸಂತೋಷ ಆಗ್ತಾ ಇದೆ. ದೇವಿಯ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಇವತ್ತು ನಾವೆಲ್ಲ ಪಾಲ್ಗೊಂಡಿದ್ದೀವಿ. ಪ್ರತಿ ವರ್ಷ ಪೊಂಗಲ ಸೇವೆಯಲ್ಲಿ ವಿಶೇಷವಾಗಿ ನಡೆಯುತ್ತೆ. ಆ ಜಗನ್ಮಾತೆಗೆ ಭಕ್ತರೆಲ್ಲರೂ ಸೇರಿ ತಮ್ಮ ಕೈಯಿಂದ ಪ್ರಸಾದವನ್ನು ತಾವೇ ಮಾಡಿ ನೈವೇದ್ಯವನ್ನು ಇಡ್ತಾರೆ. ಬಹಳ ವಿಶೇಷವಾದಂಥ
ನಮಗೆ ಇದು ಒಂದು ಹೊಸ ಅನುಭವ. ನಿಜವಾಗ್ಲೂ ಭಾಳ ಸಂತೋಷ. ಏಕೆಂದರೆ ಆ ಶ್ರದ್ಧೆ ಭಕ್ತಿಗೆ ನಾವು ಏನು ಕೊಟ್ಟರೂ ಸಾಲಲ್ಲ. ಅವರ ಶ್ರದ್ಧೆಗೆ ಆ ಬಿಸಿಲಿನಲ್ಲಿ ಅವರು ನಿಂತು ತಾಯಿಗೆ ಆ ಪ್ರಸಾದವನ್ನು ಮಾಡೋದನ್ನು ನೋಡೋದೇ ಒಂದು ಬಹಳ ಇದನ್ನಿಸುತ್ತೆ. ಅವರ ಒಂದು ಶ್ರದ್ಧೆಗೆ ಮಹಾಲಕ್ಷ್ಮಿ ಜಗನ್ಮಾತೆ ಜಗದೀಶ್ವರಿಯ ಒಳ್ಳೆ ಆಶೀರ್ವಾದವನ್ನು ಮಾಡಲಿ. ಇಲ್ಲಿಗೆ ಬಂದವರಿಗೆಲ್ಲ ಬಹಳಷ್ಟು ಒಳ್ಳೆಯದಾಗಲಿ. ನಾನು ಗೊರವನಹಳ್ಳಿ ಶ್ರೀಲಕ್ಷ್ಮಿ ಪ್ರಸಾದ್. ಪ್ರತಿ ವರ್ಷ ಇಲ್ಲಿ ಸೇವೆ ಶುರು ಮಾಡೋಕ್ಕೆ ಮುಂಚೆ ಇಲ್ಲಿನ ಎಲ್ಲ ಟ್ರಸ್ಟ್ನ ಸಿಬ್ಬಂದಿ ವರ್ಗದವರು ಗೊರವನಹಳ್ಳಿಗೆ ಬಂದು ಅಲ್ಲಿ ಪೂಜೆ ಮಾಡಿಸ್ಕೊಂಡ್ಬಂದು ಇಲ್ಲಿ ಪೂಜೆ ಶುರು ಮಾಡ್ತಾರೆ. ಯಾವುದೋ ಒಂದು ಬಂದ ನಂಟು ಅಮ್ಮನ ಆಶೀರ್ವಾದ ನಮ್ಮನ್ನು ಕೂಡ ಇಲ್ಲಿಗೆ ಕರೆಸಿ ಆ ಒಂದು ಸೇವೆಯಲ್ಲಿ ಪಾಲ್ಗೊಳಿಸ್ತಿರೋದು ನಮಗೆ ಭಾಳ ಸಂತೋಷ. ಎಲ್ಲರಿಗೂ ನಾನು ಹೃದಯಪೂರ್ವಕ ನಮಸ್ಕಾರಗಳನ್ನ ತಿಳಿಸ್ತೀನಿ. ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ. ಥ್ಯಾಂಕ್ ಯು. ಪಾತ್ರರಾಗಬೇಕಾಗಿದೆ. അഭ്യർത്ഥിക്കുന്നു. അതിനോടൊപ്പം ഗീതാ ബയോടെക് ഇന്നത്തെ ഒരു പ്രത്യേകത സാഗർ കലാസമിതിയുടെ ചെണ്ടമേള ഉണ്ടായിരിക്കുന്നതാണ്. അതിനോടൊപ്പം പരിപൂർണാനന്ദ സദ്ഗുരു പോണോ? കുടുംബവും പൂമുടനായി ക്ഷേത്രത്തിലേക്ക് കയറണം. സ്റ്റേജിൽ നിന്നും എടുത്ത് മാറ്റി കൊടുക്കണം. സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാമുണ്ട്. ദയവ് ചെയ്ത് സ്റ്റേജിൽ വെച്ചിരിക്കുന്ന ചെണ്ടയെ മാറ്റി കൊടുക്കണമെന്ന് പറയുകയാണ്. ದೇವಸ್ಥಾನದ ಲಕ್ಷ್ಮೀ ಪ್ರಸಾದ್ ಅವರು ನಮ್ಮ ದೇವಸ್ಥಾನಕ್ಕೆ ಪ್ರತಿ ವರ್ಷದಂತೆ ಆಗಮಿಸಿದ್ದಾರೆ. ಆಶೀರ್ವಾದ ಪಡೆದಿದ್ದಾರೆ. ಅವರಿಗೂ ಸಹ ನಾವು ಧನ್ಯವಾದಗಳು ಹಾಗೂ ನಮ್ಮ ಸಾಧನೆಗೆ ಸ್ವಾಗತವನ್ನು ಕೊಡ್ತಾ ಇದ್ದೀವಿ. ഇവിടെ കൗണ്ടറിൽ ഇരിക്കുന്നവർക്ക് പ്രൊഫസറായിട്ട് കിട്ടിയില്ലെന്ന് ഒരു പരാതി വന്നിട്ടുണ്ട്. നാരങ്ങ വെള്ളം വിതരണം ചെയ്യുന്ന ദാസോളി അയ്യപ്പ സേവാ ഇവിടെ ജോലി ചെയ്യണോ? ഇനിയല്ല ജോലി ഇവിടെ വന്ന് രണ്ടെണ്ണം മതി. കിടക്കട്ടെ തരക്കട്ടെ. ഞാൻ തരാം.
ക്രിക്കറ്റ് ഉടമയായ രഘുനാഥ പിള്ളയ്ക്ക് ഞങ്ങളുടെ പൊങ്കാല സഹായത്തിന് അദ്ദേഹത്തിന്റെ ദേവിയുടെ അനുഗ്രഹം എന്താണ് ഞങ്ങൾ ആദരിക്കുകയാണ്. ശ്രീമാൻ രമേശ് ഇളവൻ മഠത്തിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ അനുഗ്രഹം കൊടുക്കുകയാണ്. താമസപ്പേട്ടയിൽ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞു. നമ്മൾ പൊങ്കാലയ്ക്ക് മുമ്പ് പോയി ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് അവിടെ വഴിപാട് നടത്തി ആ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് വിജയ് കാച്ചേരി. വഴിമാണ് എല്ലാ വർഷവും ഇവിടെ പൊങ്കാലയ്ക്ക് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ശുഭദിനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സിനിമാനടി ശാന്തി കൃഷ്ണനാണ് ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും ഇതൊരു സ്വപ്നമാണെന്നാണ് ഇപ്പോൾ ഞാൻ വലിയ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. മാഡത്തിന് ആ വലിയ മനസ്സിന് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം ഞങ്ങളുടെ ഇത്രയും നേരം മാഡം അമ്മയെ വന്നതാണ്. ഇവിടുന്ന് പോകാനുള്ള മനസ്സില്ലെന്ന് തോന്നുന്നു. ഞാൻ പറയുന്ന പൊങ്കാല തളിക്ക് കഴിച്ച് ഊണ് കഴിച്ച് ಅವರು ಅವರ ಸುಮಾರು ಧರ್ಮಪತ್ನಿ ಅವರು ಇಬ್ಬರು ಸೇರಿ ಈ ಒಂದು ಜಾಗದಲ್ಲಿ ಆ ತಾಯಿಯನ್ನ ಪ್ರತಿಷ್ಠಾಪನೆ ಮಾಡುವಲ್ಲಿ ಮತ್ತೆ ಅವರ ಜೊತೆ ಕೈ ಜೋಡಿಸಿದಂಥ ಎಲ್ಲರಿಗೂ ಎಂದಿಗೂ ಒಬ್ಬರು ಮಾಡುವಂತಹ ಕೆಲಸ ಅಲ್ಲ. ಅನೇಕ ಕೈಗಳು ಸೇರಿದಾಗ ಇಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಡೆಯುತ್ತೆ, ಇಂತಹ ಒಂದು ದೇಗುಲ ಬೆಳೆಯುತ್ತೆ. ಆ ದೇಗುಲದಲ್ಲಿ ತಾಯಿ ಬೆಳೆಸಿದಾಗ ಅಲ್ಲಿ ಬರ್ತಕ್ಕಂತಹ ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗುತ್ತೆ, ಎಲ್ಲರಿಗೂ ಶುಭವಾಗಿ ದೊರೆಯುವ ಮಹಾಲಕ್ಷ್ಮಿ ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದನ್ನು ಮಾಡಲಿ ಅಂತ ಹೇಳ್ತಾ ನನ್ನ ಮಾತುಗಳನ್ನ ನಡೆಸ್ತೀನಿ. ಧನ್ಯವಾದ. ನಿಮ್ಮ ಈ ಪ್ರೀತಿ ವಿಶ್ವಾಸ ಸದಾ ಹೀಗೆ ಇರಲಿ ನಾನು ಕೇಳ್ಕೊಳ್ತೀನಿ. ആശാ മാഡത്തിനെ സ്വാഗതം ചെയ്തു. സർവഭൂതേഷു മാതൃഭൂപേണ സംസ്ഥിതഃ നമസ്തസ്യൈ 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 നമോ നമഃ. 22-23 ವರ್ಷದಿಂದ ಸುಮಾರು ಅವರ ಆರಂಭವಾದಾಗ 30ರಿಂದ 40 ಜನ ನಮ್ಮ ಹೆಣ್ಣು ಮಕ್ಕಳು ಈ ಒಂದು ಪ್ರಸಾದವನ್ನ ಮಾಡಿ ಅಮ್ಮನವರಿಗೆ ಇಲ್ಲೇ ಬಂದು ಅರ್ಪಿಸ್ತಾ ಇದ್ರು. ಹಾಗೆ ಇವತ್ತು ಆ ಸಂಖ್ಯೆಯಲ್ಲಿ ಇದ್ದಷ್ಟು ಇವತ್ತು 2025 ಸಾವಿರಾರು ಮಹಿಳೆಯರು ಈ ಒಂದು ದೇವಾಲಯದ ಆವರಣದಲ್ಲಿ ಬಂದು ಸ್ವಇಚ್ಛೆಯಿಂದ ಅಮ್ಮನಲ್ಲಿ ಬೇಡಿಕೊಂಡು ಸ್ವತಃ ಅವರ ಕೈಯಿಂದ ಪೊಂಗಲನ್ನ ಮಾಡಿ ಅಮ್ಮನಿಗೆ ನೈವೇದ್ಯವನ್ನು ಅರ್ಪಿಸಿದ್ದಾರಲ್ಲ, ನಿಜಕ್ಕೂ ಅಮ್ಮನ ಅನುಗ್ರಹ ಅವರೆಲ್ಲರಿಗೂ ಆಗಬೇಕು. ಅವರಿಗೆಲ್ಲೇ ಅಷ್ಟೇ ಅಲ್ಲ, ಇಲ್ಲಿರ್ತಕ್ಕಂತಹ ಅಕ್ಕಪಕ್ಕ ಇರ್ತಕ್ಕಂತಹ ಎಲ್ಲರನ್ನು ಅಮ್ಮ ರಕ್ಷಿಸುವಂತದ್ದಾಗಬೇಕು. ಇವತ್ತು ನಾವು ಏನೇ ಇಲ್ಲಿ ಆಚರಣೆ ಮಾಡ್ತಾ ಇದ್ರು, ಇಲ್ಲಿನ ಒಂದು ವಿಶೇಷ ಅಂದ್ರೆ ನಾವೇ ಈ ಬಗ್ಗೆ ಅಮ್ಮನಿಗೆ ಪ್ರಸಾದವನ್ನ ಮಾಡಿ ಆಕೆಗೆ ಅರ್ಪಿಸಿ ನಮ್ಮ ಒಂದು ಬೇಡಿಕೆಯನ್ನು ಅವಳ ಬಳಿ ಇಟ್ಟಾಗ ಆ ಬೇಡಿಕೆಯನ್ನು ಅವಳು ಕೇಳಿ ಈಡೇರಿಸ್ತಾಳೆ ಅನ್ನೋದು നമ്മുടെ അപ്പണി രാധാകൃഷ്ണൻ ശാവാണി ആദരിക്കുന്നു. ആശാ സുരേഷ്
ಲಕ್ಷ್ಮೀ ಪ್ರಸಾದ್ ಅವರಿಗೆ ನಮ್ಮ ಆದರಣೆ, ನಮ್ಮ ತಂದೆಯಿಂದ ಶಾಲು ಧರಿಸಿ ಹಾಗೂ അരുൺദാസ് എത്രയും പെട്ടെന്ന് സ്റ്റേജിനെടുത്ത് അടുത്തതായി നമ്മുടെ ശ്രീ അയ്യപ്പ ടെമ്പിൾ ഏരിയ ഡിവൈറ്റീസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ശ്രീ ഗിരീഷ് കുമാറിന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ന് വന്ന അതിഥികൾക്ക് ഞങ്ങളുടെ അയ്യപ്പ ടെമ്പിൾ ഏരിയ നമ്മുടെയാണ്, ഞങ്ങളുടെ ഒരു സോമനിയ വിതരണം ചെയ്യാനായി ഗിരീഷ് കുമാർ. തന്ത്രിക്ക് ഒരുപാട് സംസാരിക്കാറുണ്ട്, പക്ഷേ സമയക്കുറവ് കാരണം ഇപ്പൊ പോകാതെ തനിക്കണം തുടങ്ങുകയാണ്. അപ്പോൾ അതിലേക്ക് കടക്കേണ്ടതിനാൽ ഇപ്പോൾ ഈ ഒരു ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കൊച്ചുകുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഒരു റിക്വസ്റ്റ് അരി ഉപയോഗിക്കുകയല്ല, ഈ കലം ഈ ശരീരത്തിന്റെ പ്രത്യേകമായ കലത്തിലേക്ക് അരി സുഗന്ധദ്രവ്യങ്ങളും ഫലപൂടാനങ്ങളും ഒക്കെ
ನರಸಿಂಹ ಹೇಳಿದೆ ಹಾಂ ಹೇಳಿ ಹೇಳಿ ಬರ್ರಿ ನಮಸ್ಕಾರ. ಪ್ರತಿ ವರ್ಷ ಚೌಕತ್ರಮ್ಮ ದೇವಿಯ ವಿಶೇಷವಾದಂತಹ ಆಚರಣೆ ನಡೀತಾ ಇದೆ ಇಲ್ಲಿ. ನಾವು ಪ್ರತಿ ವರ್ಷ ಈ ಒಂದು ಸಮಾರಂಭಕ್ಕೆ ಬರ್ತೀವಿ, ನಾವು ಭಾಗವಹಿಸ್ತೀವಿ. ದೇವಿಯರಿಗೆ ಭಕ್ತಿಯಿಂದ ಶುದ್ಧವಾಗಿ ವಸ್ತ್ರವನ್ನು ಧರಿಸಿ ನೈವೇದ್ಯ ಮಾಡ್ತೀವಿ. ಅದು ತಕ್ಕಂತೆ ದೇವಿ ನಮ್ಮ ಮಾಡ್ತಿರುವಂಥ ಜಾತಿಗೆ ಬಂದು ಪ್ರಸಾದವನ್ನು ಸ್ವೀಕರಿಸ್ತಾರೆ. ಇದು ಒಂದು ವಿಶೇಷವಾದಂತಹ ದೇವಸ್ಥಾನ. ನಾವು ಏನು ಅರಿಕೆ ಮಾಡಿಕೊಂಡ್ರು ಫಲಿಸುತ್ತೆ. ಎಲ್ಲರೂ ಈ ಸಾವಿರಾರು ಜನ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸ್ತಾರೆ. ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಿದೆ, ನನಗೂ ಸಹ ಒಳ್ಳೆಯದಾಗಿದೆ. ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ. ಸಕಲ ಜನ ಸುಖಭವ. തുടക്കം കുറിച്ചത്. അവർ ചക്രത്തമ്പലത്തിൽ പോയി അവിടുത്തെ രാധാകൃഷ്ണയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ പൂജ തുടങ്ങി. ആ പൂജയുടെ കണ്ണിൽ തന്നെയാണ് ഇത്രയും ഒരു അമ്പലം തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടായത്. ഇതിന് സ്ഥലം വാങ്ങിച്ചു കൊടുത്തത് ഞാനാണ്. ഈ സ്ഥലം ഒരു ചെറിയ 2003 ചെറിയ ബാലാലയത്തിൽ തുടങ്ങിയ അമ്പലം ഇന്നിപ്പോൾ ഇത്രയും ഒരു വലിയ അമ്പലമായി അനുഭവമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ കൊണ്ടും ജീവിതത്തിൽ നേടാറില്ല എന്നുള്ള വളരെ സന്തോഷം വളരെ ഉണ്ടെന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കുന്നതോടൊപ്പം ഞാൻ ഞാൻ അമ്പലത്തിലെ ട്രഷററാണ്. ഞാനും ഒരു 2020 മുതൽ ഈ അമ്പലത്തിൽ എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും എല്ലാവിധ കാര്യം ചെയ്തിട്ടുണ്ട്. അമ്മയുടെ എല്ലാ നല്ല അനുഗ്രഹങ്ങളും ഈ വർഷം അമ്മ ഏറ്റവും കൂടുതൽ പൊങ്കാല ഈ വർഷം നല്ല രീതിയിൽ തന്നെ നടത്തി വെയിലിൻ്റെ ചൂടുകളൊക്കെ കുറച്ച് അമ്മയുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. എത്രല്ല പഠിക്കുന്നത്? 8th പോകണം. ഏത് സ്കൂളിലാണ്? ആണോ? ഇത് മകളുടെ മോളെ. ഓക്കെ ഓക്കെ ഓക്കെ. ആ അമ്മയൊക്കെ വന്നില്ലേ? അവർക്ക് ജോലിയുണ്ടോ? അത് കാണാൻ വന്നില്ല അല്ലേ? ഓക്കെ. അങ്ങനെ പറഞ്ഞു കേട്ടോ. നമ്മുടെ ഈ ബാംഗ്ലൂരുള്ള മാധവര അല്ലേ, ആ ക്ഷേത്രത്തിന് ചക്കുളത്ത് ദേവി ക്ഷേത്രം, അതിൻ്റെ ഐതിഹ്യങ്ങളും അതിൻ്റെ മറ്റ് കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും ഇത് പറയാൻ വളരെയധികം സന്തോഷമുണ്ട്. ബാംഗ്ലൂർ ചക്കുളത്തമ്മ ദേവി ക്ഷേത്രം എങ്ങനെ വന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റോറി അതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ രാമചന്ദ്രപുരം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീ എല്ലാ വർഷവും കേരളത്തിലെ ചക്കുളത്തുകാവിൽ പോയി പൊങ്കാലയിടുകയും ഒരു വർഷം അവർക്ക് എന്തോ കാരണത്താൽ പോകാതിരിക്കാൻ പറ്റുകയും അന്ന് ആ വിഷമത്തോടെ ആ സ്ത്രീ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വന്ന് ദേവി ഞാൻ ബാംഗ്ലൂരിൽ നിലകൊള്ളുവാൻ ആഗ്രഹമുണ്ടെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതേ മാഡത്തിൻ്റെ ഭർത്താവിൽ നിന്നും 2400 സ്ക്വയർ ഫീറ്റ് സ്ഥലം ദേവിക്ക് ഉചിതമായി നൽകി, ദാനമായി നൽകി ഒരു ചെറിയ ക്ഷേത്രത്തിൽ 22 വർഷം മുമ്പ് തുടങ്ങിയ ചക്കുളത്തുകാവ് ക്ഷേത്രമാണ് ഈ ബാംഗ്ലൂർ. അന്നു മുതൽ ഇന്ന് വരെ വെളിപ്പുറത്തമ്മയായി ഭക്താദികൾ, ഇവിടെ വരുന്ന ഭക്താദികൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വെളിപ്പുറത്തമ്മയാണ് ഇന്ന് ചക്കുളത്തെ ബാംഗ്ലൂരിലെ ചക്കുളത്തമ്മ ദേവി. ഒരുപാട് കന്നടത്തുകാരും ഈ ക്ഷേത്രത്തിലെത്തി
മനസ്സുരുകി പ്രാർത്ഥിച്ച് മക്കളായ അനുഭവങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. പഠിക്കാൻ പിന്നോട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പേന പൂജ ചെയ്ത് പരീക്ഷ എഴുതിയാൽ ഉന്നത വിദ്യാഭ്യാസം നേടുമെന്ന അനുഭവവും ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാം കൊണ്ടും ബാംഗ്ലൂർ സിറ്റിയിൽ ഈ മാധവാരയിൽ ഈ ഒരു നല്ല ക്ഷേത്രം, കേരള രീതിയിലുള്ള ഷഡോദാര പ്രതിഷ്ഠയോടുകൂടിയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മഹിമ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇനിയും ഒരുപാട് ഭക്താദികൾ, ഇന്ന് ഏകദേശം 10,000-കണക്കിന് ആൾക്കാർ ഇന്ന് ഈ ക്ഷേത്രത്തിലെത്തി പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും ഇനിയുള്ള കാലങ്ങളും ഇവിടെ വരാൻ പറ്റാത്ത ഭക്താദികൾ ഇവിടെ എത്തി ഈ ദേവിയുടെ അനുഗ്രഹത്തിന് അർഹരാകണമെന്ന് സെക്രട്ടറിയായ ഞാൻ അവിടെ പോയി കഴിക്കുമ്പോൾ അവിടെ പോയി കഴിക്കും. കഴിച്ചില്ല ഒന്നോ രണ്ടോ പായസം രസം തന്നെ നടക്കൂ. സൺഡേ എങ്ക സൺഡേ